guys, welcome back to my channel Max Solo Gaming. അപ്പം നമ്മൾ ഇന്ന് ഈ വണ്ടിയാണ് നമ്മൾ കൊണ്ടുപോകാൻ പോണേ. നമ്മുടെ കളർ കോഡൊക്കെ ഉള്ള വണ്ടിയാണ്, ഗോഡ്സില്ല എന്ന് പറയണ വണ്ടിയാണ്. പക്ഷെ ശരിക്കുള്ള പേര് അതല്ല, മേളിൽ കൊടുത്തിരിക്കുന്നത് കണ്ട. ഓക്കെ, നമ്മൾ ഇതാണ് ഇന്ന് കൊണ്ടുപോകാൻ പോണത്. ഓക്കെ, ഇനി നമുക്ക് മാപ്പ് എടുത്തിട്ട് വേറെ പണി നോക്കാം. അല്ല, നമുക്ക് വണ്ടി ഓടിക്കാം. ഈ മാപ്പ് എടുത്ത് നോക്കി, എനിക്ക് ഏത് മാപ്പാണ് നല്ലതെന്ന് പോലും അറിയാം. അതിൻ്റെ ഇടയിൽ ഏതോ ഒരു ഊളപ്പരസ്യം വന്നിട്ടുണ്ടായിരുന്നു, എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഒന്നുമില്ല. ഓക്കെ, നമുക്ക് കളി സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, റെഡിയാണ് ഗൈസ്, എല്ലാം റെഡിയാണ്. ഓക്കെ, ഞാൻ എത്ര പ്രാവശ്യം ഈ ഓക്കെ 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 എന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു. വണ്ടി എന്റെ സ്റ്റീറിങ്ങിനാണ് ഇത്ര കറപ്പിച്ച് വെച്ചേക്കുന്നത്. മോഡിഫൈ ഒന്നും ചെയ്തിട്ടില്ല. ആണെങ്കിൽ ഒരു ട്രിക്സ് കാണിച്ചു തരാം. ഇത്രേ ഉള്ളൂ, എൻജിൻ ഓട്ടോമാറ്റിക് ആയിട്ട് പോകും. പിന്നെ നമുക്ക് വണ്ടി ഇങ്ങനെ മോഡിഫൈ ചെയ്യാം, അത്രേ ഉള്ളൂ. സംഭവം മോഡിഫൈ വണ്ടിയാണ്. ഞാൻ പിന്നെ അതിൻ്റെ ഇതൊക്കെ ട്രിക്കാണ് ഗൈസ്, അതാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് പോകാം. ഞാൻ എത്ര പ്രാവശ്യം ഈ വീഡിയോയിൽ ഓക്കെ പറഞ്ഞിട്ടുണ്ടോ അത്രയും പ്രാവശ്യം നിങ്ങൾ എണ്ണീട്ട് കമൻറ്റ് ചെയ്യുക ഗൈസ്. ഓക്കെ, നമുക്കിവിടെ സിഗ്നൽ ലൈറ്റ് ഉണ്ട്. ഈ വണ്ടി ഇന്നാണ് ബ്രേക്ക് ഓടിക്കുമ്പോൾ കിടന്ന് അളകുന്നത്. ഇല്ല ഇല്ല ഇല്ല, ഒന്നുമില്ല. നല്ല സ്പീഡുണ്ട് കേട്ടോ ഗൈസ് ഈ വണ്ടിക്ക്. അതെനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടില്ല, അത് നല്ല കാര്യം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വേറെ ഒരു വണ്ടി എടുത്തായിരുന്നു കളിക്കാൻ, വേറെ ഒരു മാപ്പിൽ. അപ്പോൾ പറഞ്ഞിരുന്നു നമ്മൾ വേറെ മാപ്പിൽ വേറെ ഒരു വണ്ടി എടുത്ത് കളിക്കാൻ വരുന്നു. ആ വീഡിയോ ആണിത്. വേണമെങ്കിൽ അതിൻ്റെ സെക്കൻഡ് പാർട്ട് പറയാം, പക്ഷേ സെക്കൻഡ് പാർട്ട് അല്ല, ഇത് വേറെ ഒരു വീഡിയോ. ഇത് കൂട്ട് വണ്ടികൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഈ വണ്ടി എടുത്ത് ഇറങ്ങിയപ്പോൾ ഉണ്ടായിരുന്നല്ലോ, ഒരേപോലത്തെ കൂട്ട്. ഇത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കളിച്ചതല്ലേ ഇങ്ങനെ ഈ വണ്ടികൾ തന്നെ വെച്ചിട്ട്. എന്നിട്ട് ആ വണ്ടികൾ തന്നെ ഇറങ്ങി നമ്മുടെ ഇങ്ങനെ. നമുക്ക് ചാനൽ ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യുക, അത് മറന്നു പറയുന്നു. എന്തെങ്കിലും ചെയ്തേക്കുക മറ. ഓക്കെ, നമുക്ക് നേരെ പോകണം. വളച്ചെടുത്ത് ഇങ്ങനെ കൊണ്ടുപോകണം, ഇങ്ങനെ. ഓക്കെ, നമുക്ക് ആ വഴി കയറ്റാം ഗൈസ്, ലെഫ്റ്റ് അല്ല റൈറ്റ് കയറ്റാം. മറ്റേ വഴി പോയാൽ താഴത്തോട്ട് പിന്നെയും ചെയ്യും നമ്മുടെ സ്ഥലത്തിട്ട്. നമ്മൾ ട്രിപ്പാണ് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ ഇതിലേ പോകണം. ഇതാകുമ്പോൾ ഒരു ഓഫ് റോഡ് പോലത്തെ ഒരു ഇതുണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ, നമുക്ക് നേരെ പോകണം. ഓക്കെ ഓക്കെ ഓക്കെ, നമ്മുടെ വണ്ടി ക്ലിയർ ആയിട്ട് ഞാൻ കണ്ടുകൊണ്ടിരിക്കാണ്ട്. അതേത് വണ്ടിയാണ്? ആ, ഇത്ര നേരം ആക്സിലേറ്റർ അനങ്ങുന്നില്ലായിരുന്നു, വെറുതെ സ്പീഡ് കുറഞ്ഞു പോണേ. ഞാൻ വിചാരിക്കുന്നുണ്ട് ഇത്ര സ്പീഡുള്ള വണ്ടി തന്നെ ഇത്ര സ്പീഡ് കുറഞ്ഞു പോണെന്ന് ആ കയറ്റത്തിൽ. ഞാൻ ആക്സിലേറ്റർ കൊടുത്തിട്ടില്ലായിരുന്നേ, അതാണ്. എന്നിട്ട് ഞാൻ വണ്ടി എങ്ങനെ ഈ പതുക്കെ പോണെന്ന് ആലോചിച്ചോണ്ടിരിക്കുക. വെറൈറ്റി ആയി. ഓ, മറ്റേ വണ്ടി എനിക്ക് പിടിക്കണം, ചേസ് ചെയ്യാം നമുക്ക്. ഓ, ഇത് എന്നെത്താനാണ്? ഇത് കുറെ സ്പീഡ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആ വണ്ടി എന്നാ സ്പീഡിലാണ് പോണത്. അയ്യോ, കൊടും വളവിലൊക്കെ ചുമ്മാ സ്പീഡിൽ തന്നെ പോണു. ഞാൻ അത് പതുക്കിയാക്കി, അപ്പൊ നമ്മള് സ്പീഡിലാക്കും. മഴ പെയ്യുന്നുണ്ടോ? അതെ, മഴ പെയ്യുന്നുണ്ട്. ഇനി ഇതൊക്കെ ഇടാൻ നിന്ന ടൈം പോയാൽ പണി കിട്ടും, വണ്ടി എവിടെയെങ്കിലും ചെന്ന് ഇടിയും. ഓക്കെ, ഞാൻ വൈപ്പർ ഓണാക്കിയില്ല, പിന്നെന്നാണ്
എന്നും കൂടെ നോക്കട്ടെ ഗൈസ്. ഈ വണ്ടിക്ക് വൈപ്പർ അനങ്ങുന്നില്ല. നോക്കി അനങ്ങുന്നില്ല. എന്റെ ദൈവമേ. എടാ ഇവിടെ റിയൽ വൈപ്പർ ഇവിടെ മോഡിഫൈ ചെയ്ത വൈപ്പർ ആയിരുന്നു ഇത്ര നേരം അനങ്ങാണ്ടിരുന്ന്. കണ്ട, സത്യം പറഞ്ഞാൽ റിയൽ വൈപ്പർ അവിടെ കിടന്ന് അനങ്ങുന്നുണ്ട്. മോഡിഫൈഡ് വൈപ്പർ ഡെമ്മിയാണ്, അത്രേ ഉള്ളൂ. പക്ഷെ അത് കുഴപ്പമില്ല. മഴ പോയിട്ടുണ്ട്, പിന്നെ എന്നെ കാണിക്കാനാണ് ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നല്ല സ്പീഡിൽ പോകാൻ പറ്റുന്നുണ്ട്. അവിടെ നിന്ന് ഈ വണ്ടി ഇത്ര നേരമായിട്ട് ഇടിച്ചിട്ടില്ല. കഴിഞ്ഞ വീഡിയോയിലുള്ള വണ്ടിയാണെങ്കിൽ ഇടിച്ച് നശിപ്പറഞ്ഞു ആക്കിയിട്ടുണ്ട്, നശിപ്പിച്ചിട്ടുണ്ട്. അതാണ് ഉദ്ദേശിച്ചത് പറയാൻ. ഓ, നീ എന്നോട് ഇടിപ്പിക്കാൻ വന്നേക്കുന്നു. അവനവിടെ പോയി ആ ലോറിക്കാരൻ. നമ്മൾ ഓഫ് റോഡ് പിടിക്കാനാണ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ അതൊക്കെ ഇടിക്കാണ്ട് കൊണ്ടുപോകണം. എന്നുവെച്ചാൽ ഇവിടെ നല്ല രീതിയിൽ വണ്ടിയുടെ അടി തട്ടാൻ ചാൻസ് ഉണ്ട്. എന്നുവെച്ചാൽ ഈ വണ്ടി അത്യാവശ്യം നല്ല രീതിയിൽ താത്തിയാണ് ഇതിൻ്റെ ഇതൊക്കെ വെച്ചേക്കുന്നത്. എയർ സസ്പെൻഷൻ ഒന്നും ബസ്സിന് കിട്ടില്ല ഗൈസ്, അതുകൊണ്ടാണ്. ഇത് കമ്പനിയിൽ നിന്ന് മേടിച്ചപ്പോൾ തന്നെ ഈ പൊക്കത്തിൽ തന്നെ അവർ തന്നെ. പിന്നെ ഇങ്ങനെയാണ് ഇത് പൊക്കുന്നത്. അതിനൊക്കെ ഇനി നല്ല വിലയാവും. എയർ സസ്പെൻഷൻ പിടിക്കണമെങ്കിൽ നല്ല വില കിട്ടുമെന്ന് പറഞ്ഞാൽ നല്ല വിലയാവും. 1 കോടി ആകും ഒരു ടയറിൻ്റെ ചെയ്യാൻ തന്നെ. അപ്പം ഈ 4 ടയറിൻ്റെയും കൂടെ ആകുമ്പോൾ 4 കോടി. ഇതേ താഴെ കൂടെ വണ്ടിയൊക്കെ പോകും. എടാ ഇതാര് ഓഫ് റോഡിൽ നിന്ന് പെട്ട് കിടക്കണേ? തള്ളി രക്ഷിക്കണോ? അതൊന്ന് നിർത്തിയിട്ടേക്കുന്നതാണോ? അയ്യോ, ഒരു നിർത്തിയിട്ടേക്കണാണ് ഗൈസ്. ഞാൻ ചുമ്മാ പോയി ഇടിച്ച്. ഓ തോന്നുന്നു ഞാൻ അതിൻ്റെ മുകളിൽ കൂടെ കണ്ടോണ്. ഇതെവിടെ നിന്നാണ് ഈ പുറകിൽ ഇത്രയും ജാഥ? എൻ്റെ പുറകെ ഇത്രയും വണ്ടി ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ വരും ഇപ്പോഴാണ് കാണുന്നത് അവർ എത്ര പുറകിൽ അത്ര വണ്ടി ഉണ്ടെന്ന്. നമ്മളങ്ങനെ സ്പീഡിൽ പോവായിരുന്നേ, പുറകിൽ ആൾക്കാരുണ്ടായിരുന്നു. പറഞ്ഞറിഞ്ഞ എൻ്റെ നാക്കിലെ വെള്ളം പറ്റി. പക്ഷെ എന്നാലും ഞാൻ പറയും, സത്യം പറയാണ്, എൻ്റെ നാക്കിലെ വെള്ളം പറ്റി. എനിക്ക് ഇച്ചിരി വെള്ളം കുടിച്ചാലോ എന്നുണ്ട്. പക്ഷെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഞാൻ ചെയ്യത്തില്ല. നിർത്തി കഴിഞ്ഞിട്ട് വേണം എനിക്ക് ഫുഡ് കഴിക്കാൻ. ഞാൻ കഴിച്ചിട്ടില്ല. ഞാൻ ഒന്നും ചെയ്യാണ്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. രാവിലെ തന്നെ. രാവിലെ ഇപ്പം ടൈം എത്രയാണെന്ന് എനിക്കറിയില്ല. ഓക്കെ, ഇവിടെ നേരെ കൊണ്ടുപോകാം. അയ്യാ, ഇപ്പം ഇടിച്ചേനെ. അടി തട്ടിയ വണ്ടിയുടെ? ഇല്ല. ഓ, തട്ടി. അടി തട്ടിയില്ല. ഞാനിങ്ങനെ പേടിച്ച് പോവാണ്. ഞാൻ ഇനി എന്നാത്തിനാ പേടിക്കുന്നത്? ഇതിൻ്റെ അടിയും തട്ടുന്നില്ല. അപ്പം നമുക്ക് പേടിച്ചിട്ട് പിന്നെ എന്നെ കാണിക്കാനാണ്. അവിടെ അടുത്ത മഴ എനിക്ക് പറ്റൂല. മഴ ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്. മഴ റിയൽ ലൈഫിൽ മഴ പെയ്യുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് കളിക്കാമല്ലോ. പക്ഷെ ഗെയിമിൽ എനിക്കിഷ്ടമില്ല. സിമുലേറ്ററിൽ പിന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത മഴയായതുകൊണ്ട് കുഴപ്പമില്ലെന്ന് വെക്കാം. ഓ, വിളിച്ചാ? ഇല്ല. ഞാൻ വിചാരിച്ച അവിടെ ഒരഞ്ഞെന്ന് മറ്റേ പോസ്റ്റേലി. എന്നുവെച്ചാൽ ഞാൻ അത്ര അടുത്തുകൂടെയാണ് കൊണ്ടുപോയത്. ഇത് എന്നാ സ്പീഡിലാണ് പോകണം. പക്ഷെ ഞാൻ തിരിക്കുന്നൊക്കെ കണ്ടോ? ഈസി ആയിട്ട് തിരിച്ചോണ്ട് പോകുന്നുണ്ട്. റോഡ് എത്താറായെന്ന് തോന്നുന്നു. അതെ, റോഡ് എത്താറായി. ഇനി നമ്മൾ റോട്ടിൽ കൂടെ ആയിരിക്കും യാത്ര. നമ്മുടെ റോഡ് ഇവിടെ അടുത്താണ്. ഇനി മെയിൻ റോഡിലോട്ട് കയറുവാണ്. മെയിൻ റോഡല്ലല്ലോ, റോഡ് അത്ര തന്നെ. എനിക്കറിയത്തില്ല മെയിൻ റോഡ്. മെയിൻ റോഡ് ആണ് ഇവിടത്തെ. അതിലോട്ട് കയറുവാണ്. ഓക്കെ, മെയിൻ റോട്ടിൽ കയറി. ഇവിടെയാണ് മെയിൻ റോഡ് തുടങ്ങുന്നത്. ഇനി എങ്ങോട്ട് പോകണം? നമുക്ക് താഴത്തോട്ട് പോവാം.
മാളിലോട്ട് പോയതല്ലേ. താഴെ സിറ്റിയാണ് നമ്മുടെ സിറ്റി. പെട്രോൾ പമ്പിൽ പോയിട്ട് പെട്രോളൊക്കെ ഇച്ചിരി അടിച്ചിട്ട് വരാം. 47 ലിറ്ററേ ഉള്ളൂ, അതുകൊണ്ട് പെട്ടെന്ന് പോയി അടിച്ചിട്ട് വരാം. 46 ലിറ്റർ. അപ്പോൾ പെട്ടെന്ന് കുറഞ്ഞില്ല പെട്രോൾ. ഇടിച്ചോ വണ്ടി? അതിൻ്റെ അകത്തൂടെ ഒക്കെ ചാടി. എന്നിട്ട് കുഴി ചാടിയായിരുന്നു വണ്ടി. ഓ, സിഗ്നൽ ലൈറ്റ്. ഓക്കെ, നേരെ പോട്ടെ. നേരെ ഇവിടെ എങ്ങാണ്ടായിരുന്നല്ലോ പെട്രോൾ പമ്പ്, എനിക്ക് ഓർമ്മയില്ല. അതെ, ഇവിടെയാണ് പെട്രോൾ പമ്പ്. അപ്പം നമുക്ക് ഇവിടെ വണ്ടി നിർത്തി പെട്രോൾ അടിച്ചിട്ട് വേറെ സ്ഥലത്ത് കൊണ്ടുപോയി നമ്മുടെ ഷെഡിൽ കയറ്റാൻ വേണ്ടി. ഓക്കെ, പെട്രോൾ അടിച്ചിട്ട് കാണാം ഗൈസ്. പെട്രോളൊക്കെ അടിച്ച് നമ്മൾ റെഡി ആയിട്ടുണ്ട്. ഇവർ 100 ലിറ്റർ പറഞ്ഞായിരുന്നു പുള്ളിക്കാരിയോട്. നമുക്ക് നമ്മുടെ ഷെഡിൽ കയറ്റാൻ വേണ്ടി. എന്നുവെച്ചാൽ ട്രിപ്പ് കഴിഞ്ഞില്ല, ഇനി നമ്മൾ താഴെ എത്തി. ഇത് സ്കൂളല്ലേ, ഒന്ന് കയറിയിട്ട് പോവാം. സ്കൂളിൽ കയറ്റാൻ പറ്റിയ വണ്ടി? സ്കൂളാണോ കോളേജാണോ അറിയാം. കയറ്റാൻ പറ്റില്ല, അടിഭാഗം തട്ടും. അല്ല, മേൽഭാഗം തട്ടും വണ്ടിയുടെ. ഞാൻ എന്നെ കാണിക്കാനാണ് സ്കൂളിലോട്ട് കയറ്റി ഈ വണ്ടി. എനിക്കൂലും അറിയത്തില്ല ഞാൻ എന്നെ കാണിക്കാൻ സ്കൂളിലോട്ട് വണ്ടി കയറ്റുന്നതെന്ന്. ഈ ഭാഗത്തെങ്ങാണ്ടായിരുന്നു നമ്മുടെ വണ്ടിയുടെ ഷെഡ്. അതെനിക്ക് ഇവിടെ എന്നാന്ന് വെച്ചാൽ ഈ ഒരേപോലത്തെ വഴികളാണ് മൊത്തം ഉള്ളത്. പിന്നെ വണ്ടിയുടെ ഷെഡ് എവിടെയാന്ന് പിന്നെ എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കണേ? അതുകൊണ്ട് ഗൂഗിൾ മാപ്പ് ഇട്ടാണ്ട് പോകേണ്ടി വരും. സ്പീഡിൽ പോണം, സ്പീഡിൽ പോണം. ഇവിടെ എങ്ങാണ്ടായിരുന്നല്ലോ ഷെഡ്. സത്യം പറഞ്ഞ ഈ ബിൽഡിങ്ങിന്റെ അപ്പുറത്താണോ അത് ഇവിടെയാണോ നോക്കട്ടെ. നമുക്ക് ഇവിടെ നോക്കാം. ഇതിൽ തന്നെ പോയി നോക്കാം. ഇതല്ലേ ഷെഡ്? അല്ല, ആ വീടിൻ്റെ അതിലെ കൂടെയുള്ള ഗ്യാപ്പാണ്. ഇപ്പോഴും മെയിൻ റോഡിലെത്തി. ഇവിടെയാണ് മെയിൻ റോഡ്. ഓക്കെ, മെയിൻ റോഡിൽ കയറിയിട്ടുണ്ട്. ഇവിടെ എങ്ങാണ്ടായിരുന്നു, ഈ ഭാഗത്ത് എങ്ങാണ്ട. നോക്കട്ടെ, ഈ ബിൽഡിങ്ങിന്റെ ഇടയിൽ ഇവിടെ എങ്ങാണ്ടായിരുന്നു നമ്മുടെ ഷെഡ്. ഇത് പിന്നെ നമ്മുടെ വർക്ക്ഷോപ്പിന്റെ ഒരു ഭാഗമാണ്. ഈ കുഞ്ഞു വീട് പോലെ ഇരിക്കണേ വർക്ക്ഷോപ്പാണ് നമ്മുടെ. അപ്പൊ ഇത് തന്നെ നമ്മുടെ വീട് അല്ല, ഷെഡ്. അപ്പൊ വണ്ടി അങ്ങോട്ട് നിർത്തില്ല. നമ്മുടെ ബാക്കി 5 ബസ്സും പിന്നെ ചെറിയ ട്രാവലർ 5 കൂടെ ഉണ്ട്. അപ്പൊ അവരും കൂടെ വന്നാൽ ഇവിടെ ഫുള്ളാകും വണ്ടികൾ. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഗായ്സ്. ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. ഓക്കെ, ബൈ.